സത്യത്തിൽ ഞാനിപ്പോ സ്വപ്നം കാണുവാണോ? അവനെ കണ്ടപ്പോ തന്നെ ഞാൻ ജാതകത്തിന്റെ കാര്യമൊക്കെ മറന്നുപോയി. എന്താ എനിക്കിപ്പോ പറ്റിയേ? അവളോട് എന്താ എനിക്ക് ഇത്ര ഇഷ്ടം തോന്നുന്നേ? കാവ്യ, നീ എന്താ ആലോചിക്കുന്നത്? ശ്രീകർ ചേട്ടനെ പറ്റി അല്ലാതെ എനിക്ക് എന്താ ചേച്ചി വേറെ ആലോചിക്കാനുള്ളത്? നിന്റെ മാമനെ ഒന്ന് വശീകരിച്ചിട്ട് അത് നിന്റെ നേരെ തിരിച്ചുവിടുമെന്ന് പറഞ്ഞോണ്ടിരിക്കല്ലാതെ ഇതുവരെ ഒന്ന് ശ്രമിക്കുക പോലും ചെയ്തിട്ടില്ല നീ. എന്തെങ്കിലും ഒരു ഐഡിയ തന്നൂടെ? നിനക്ക് 4 സിനിമ പേര് പറഞ്ഞു തരാം, അത് കണ്ട് ഫോളോ ചെയ്താ മതി. അമ്മയായിട്ട് ഞാനും ചേച്ചിയായിട്ട് നീയും കല്യാണ പ്രായം എത്തിയ പെൺകുട്ടിക്ക് വളയ്ക്കാനുള്ള മാർഗം പറഞ്ഞു കൊടുക്കേണ്ട അവസ്ഥയായി. കർമ്മ കർമ്മ. ഇതിനെല്ലാം കാരണം അതാ. എന്ത്? നമ്മുടെ എല്ലാം തലയിലെ ശനി, ആ അമ്മയുടെ പെട്ടി. ഗ്രന്ഥങ്ങള്, മന്ത്രങ്ങള്, ആചാരങ്ങള്, ജാതകങ്ങളെന്ന് പറഞ്ഞ് അമ്മ നമ്മുടെയൊക്കെ തല തിന്നാനുള്ള കാരണം ആ നശിച്ച പെട്ടിയാ. അതെന്തായാലും സത്യ. അതില്ലായിരുന്നെങ്കിലേ നമ്മുടെ ജീവിതം തന്നെ മാറിപ്പോയനെ. നാത്തൂനെ, പറയേ. ഒരു വഴിയുണ്ട്. എന്താ അത്? ആ ചിന്ത എന്റെ മനസ്സിൽ കിടന്ന് കറങ്ങുമ്പോ തന്നെ എന്റെ തല കൂടെ കറങ്ങുന്നുണ്ട്. പ്രാക്ടിക്കലായിട്ട് ചെയ്യാനാണെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുമോ എന്തോ. ആദ്യം കാര്യം പറയേ. ആ പെട്ടിയെടുത്ത് എവിടെയെങ്കിലും കൊണ്ടുപോയി കളഞ്ഞാലോ? ആചാരങ്ങള്, സമ്പ്രദായങ്ങള്, മുരിങ്ങയില എല്ലാം അതിന്റെ കൂടെ അങ്ങ് പൊക്കോളും. അയ്യോ, അമ്മ എങ്ങാനും അറിഞ്ഞാ കൊന്നുകളയും. കള്ളന്മാര് മോഷ്ടിച്ചു എന്നൊരു സീൻ അങ്ങ് ക്രിയേറ്റ് ചെയ്യാം. എത്ര കാലമായി നശിച്ച ജീവിതം. ഓരോ ചുവടിലും ഏറ്റുവാങ്ങുന്ന അപമാനങ്ങളിൽ നിന്ന് നമുക്ക് ബന്ധന വിമുക്തരാവാം. അതെ അമ്മേ, ആ ജാതകപ്പെട്ടി കാണാതെ പോയാ കുറച്ച് ദിവസം കൊണ്ട് അമ്മമ്മയുടെ മനസ്സ് മാറിക്കോളൂ. അത് കഴിഞ്ഞ് ചേട്ടനായിട്ടുള്ള കല്യാണം നടത്തിയാലോ? എന്തു പറയുന്നു ചേച്ചി? ശ്രീകർ എന്റെ മോളുടെ കഴുത്തില് താലി ചാർത്താൻ എന്തെങ്കിലും ചാൻസ് ഉണ്ടെങ്കിൽ ഞാൻ റെഡി. ഇന്ന് രാത്രി തന്നെ അത് ചെയ്തേക്കാം. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും വൈകിപ്പിക്കാൻ പാടില്ല. തോന്നുമ്പോ തന്നെ ചെയ്തേക്കണം. എന്നാ പിന്നെ അതിപ്പോ ചെയ്യാം. ആ വരൂ വരൂ. ചേച്ചി, നിങ്ങൾ പോയി എടുത്തോണ്ടോ. നമ്മൾ ഈ ചെയ്യുന്നത് ശരിയാണോ? ഇതുവരെ എത്തിയിട്ടാ ഡൗട്ട് എന്തിനാ? പേടിയായിട്ടാടി ലാവണ്യ. ശരി, ഞാൻ എടുക്കാം. നിങ്ങൾ ഇവിടെ നിൽക്ക. എന്തു പറ്റി ലാവണ്യെ? എന്തു പറ്റി മേമേ? എന്തോ കറണ്ട് അടിച്ചതുപോലെ ഉണ്ട്.
അതിനെ പ്രഭാവമെന്ന് പറയും. എണ്ണയില്ലാതെ ദീപം കത്തില്ല എന്നത് എത്രയും സത്യമാണോ, അമ്മയുടെ പ്രഭാവമില്ലാതെ നമുക്കൊരടയാളമില്ല എന്നുള്ളത് അതുപോലെ സത്യമാണ്. അമ്മയെക്കുറിച്ച് അന്ന് മഹാവര്യൻ നമ്മുടെ പൂർവികരോട് എന്താ പറഞ്ഞെന്നുള്ളത് നിങ്ങളോടും പറഞ്ഞതല്ലേ? എന്താ മറന്നുപോയോ? പവിത്രമായ മനസ്സുകൊണ്ട് ആരാധിച്ചാൽ വരം, വേണ്ടാത്ത ചിന്തകൾ ഉണ്ടായാൽ ശാപം. അത് ഓർമ്മയിലിരിക്കട്ടെ. എപ്പോ തോന്നുന്നു അപ്പോ ആർക്കെങ്കിലും അങ്ങനെ തൊടാൻ പറ്റുന്നതല്ല. അർഹതയുള്ളവർക്ക് മാത്രമേ അത് തൊടാൻ സാധിക്കൂ. ആ ജാതകത്തിലുള്ളൊരു പെൺകുട്ടിക്ക് മാത്രമേ അതിന് അർഹതയുള്ളൂ. ഇനി ഒരു വട്ടം കൂടി ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ചെയ്ത് പ്രാണനെ മുകളിലേക്ക് അയക്കാൻ നോക്കരുത്. പൊയ്ക്കോളൂ. ബുദ്ധന്റെ കാൽപ്പാടുകള്, ബുദ്ധജീവിതത്തിലെ ഘട്ടങ്ങള്, ആധ്യാത്മിക ഗുരു, ദലൈലാമ നാട്ടിയ ബോധിവൃക്ഷം, അങ്ങനെ എത്രയോ കാര്യങ്ങൾ നമുക്ക് ഈ ബുദ്ധവനത്തിൽ കാണാനുണ്ട്. അങ്ങോട്ട് പോകാം, വരൂ. നടക്കൂ. പ്ലാൻ പ്രകാരം ഗീതയെ സൈഡിലാക്കി സുരേന്ദ്രന് പ്രൈവസി ഉണ്ടാക്കി കൊടുത്തു. അവന്റെ ട്രയൽസ് ഒക്കെ ബലിക്കും എന്നാണോ? എന്തായാലും അവൻ അവളെ വീഴ്ത്തും, അതിലൊരു ഡൗട്ടും വേണ്ട. വാ. ഇനിയുള്ളൊരു കാര്യം എന്താണെന്നാൽ ആചാര്യ നാഗാർജുന അദ്ദേഹം ഈ സ്ഥലങ്ങളിലേക്ക് വന്ന് ഈ ചുറ്റുവട്ടത്തുള്ള നല്ല മല വനപ്രദേശത്തുള്ള ഔഷധ സസ്യങ്ങളെ തിരിച്ചറിഞ്ഞ് ആയുർവേദ വിശ്വവിദ്യാലയം സ്ഥാപിച്ചു. ആചാര്യ നാഗാർജുന മരുന്നുകളുടെ ശാസ്ത്രം പഠിച്ചിരുന്നു. അതുപോലെ വൈദ്യത്തിലും എഞ്ചിനീയറിംഗിലും എല്ലാ മേഖലയിലും പ്രാവീണ്യമുണ്ടായിരുന്നതുകൊണ്ട് ഇന്ത്യൻ ഐൻസ്റ്റീൻ എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ബൗദ്ധധർമ്മത്വാത്വികനായ ആചാര്യ നാഗാർജുനനെ രണ്ടാം ബുദ്ധനായി ജനങ്ങൾ ആരാധിക്കുന്നുണ്ട്. അങ്ങോട്ട് നോക്കൂ സർ, നാഗാർജുന സാഗർ 5090 അടി നീളത്തില് 255 ചതുരശ്ര കിലോമീറ്റർ വിസ്തീർണം, 407 അടി ഉയരത്തിൽ അതിസമൃദ്ധമായി അത്ഭുതകരമായ സൃഷ്ടി. അന്നത്തെ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു സർ 1955 ഡിസംബർ 10 ശിലാസ്ഥാപനം നടത്തി. 1000 പേരുടെ കഷ്ടപ്പാടിന്റെ വിയർപ്പ്, 100ഓളം പേരുടെ പ്രാണത്യാഗം, ഈ നാട്ടിലെ ലക്ഷക്കണക്കിന് ഏക്കറുകളിൽ ദാഹജലം നൽകിക്കൊണ്ട് അന്നദാതാവിനെ പോലെ ജീവകാരണമായി ഇവിടെ നിലകൊള്ളുന്നു. നീ എന്നെ വല്ലാതെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു. അധികം വൈകാതെ മനസ്സിലുള്ളതൊന്ന് പറഞ്ഞു നോക്കണം.
വരൂ. ഈ ശിലകളെ കുറിച്ച് പറയാനാണെങ്കിൽ ഇവിടെയുള്ള ശിലകളെക്കുറിച്ചും ശില്പങ്ങളെക്കുറിച്ചും കെട്ടിടങ്ങളെ പറ്റിയൊന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ മനസ്സിലുള്ള കാര്യം മുഖത്ത് നോക്കി പറയുക, കേട്ടോ? ഞാൻ ഒരുപാട് പെൺകുട്ടികളെ സ്നേഹിച്ചിട്ടുണ്ട്. എന്നെ ഒരുപാട് പേര് സ്നേഹിച്ചിട്ടുണ്ട്. അവരെല്ലാരും ഒരു വഴിക്ക്, നീ ഒറ്റയ്ക്ക് മറ്റൊരു വഴിക്ക്. നീ ഒരു നാച്ചുറൽ ബ്യൂട്ടിയാ. എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. എക്സ്ക്യൂസ് മീ സോ, ശരിക്കും ലെറ്റ് മീ ഫിനിഷ് ആവനി. ഇങ്ങനത്തെ ജോലി ചെയ്ത് നീ എത്ര സമ്പാദിക്കും? വിശപ്പ് മാറാൻ മാത്രം, അത്യാവശ്യത്തിനുള്ളത് മാത്രം. ഞാനൊരു ഓഫർ തരാം. നിനക്ക് ഓക്കെ ആണെങ്കിൽ നിന്റെ ലൈഫേ മൊത്തത്തിൽ മാറിപ്പോകും. എനിക്കൊരു ഓഫറും ആവശ്യമില്ല. ഗീതയുടെ അടുത്തേക്ക് പോ. വരൂ, അവള് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നിന്നോട് സംസാരിക്കാൻ വേണ്ടി തന്നെയാ ഗീതയെ വേണോന്ന് വെച്ച് മാറ്റിയത്. നീ എന്റെ ഫ്രണ്ടാക്. നിനക്ക് ആവശ്യമുള്ള പൈസ ഞാൻ തരാം. ഫ്രണ്ട്ഷിപ്പ് മീൻസ് എന്നോട് വളരെ പേഴ്സണൽ ആയിരിക്കണം. അന്തപുരം പോലുള്ള എന്റെ ഗസ്റ്റ് ഹൗസിൽ ജീവിതകാലം മുഴുവൻ മഹാറാണിയായി ജീവിക്കാൻ കഴിയും. ഒന്ന് നോക്ക് സർ, ഞാൻ പൈസയ്ക്ക് വേണ്ടി തന്നെയാ ജോലിക്ക് പോകുന്നത്. എന്ന് വെച്ച് പൈസയ്ക്ക് വേണ്ടി എന്ത് പണിയും ഞാൻ ചെയ്യില്ല. നിങ്ങൾക്ക് ഞാൻ തരുന്നൊരു ബഹുമാനമുണ്ട്. ദയവ് ഇത് നിങ്ങളത് ഇല്ലാതാക്കരുത്. ആ ബഹുമാനത്തെ റിലേഷനാക്കി മാറ്റാമെന്നാ പറഞ്ഞത്. നിങ്ങൾ ഇത്ര ചീപ്പായിരിക്കുന്ന ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തില്ല. നിന്നെ പോലൊരു സുന്ദരിയെ കാണുമ്പോ എന്റെ മനസ്സ് പിന്നെ അനുസരിക്കില്ല. മര്യാദയ്ക്ക് സംസാരിക്കണം. അവനെ എന്നെ കുറിച്ച് നിനക്ക് അറിയില്ല. ഞാൻ ആഗ്രഹിക്കുന്ന എന്റെ കയ്യിൽ കിട്ടിയില്ലെങ്കിൽ ഭ്രാന്ത് പിടിക്കും എനിക്ക്. ബലം പ്രയോഗിച്ചിട്ടാണെങ്കിലും ഞാനത് നേടിയെടുക്കും. എന്താ നിങ്ങൾ എന്നെ പേടിപ്പിക്കാണോ? നല്ലതുപോലെ സംസാരിക്കുന്നതിനെ അഡ്വാൻറ്റേജ് ആയിട്ട് എടുക്കരുത്. പറയുന്നത് മനസ്സിലാക്കാവനി. വിടും, എന്നെ വിടും. നീ എന്റെ നെഞ്ചത്തേക്ക് ഇങ്ങ് വാ. വിടണോ? അവനെ നിക്ക്. ഞാൻ പൈസ എറിഞ്ഞ എനിക്ക് കിട്ടാത്ത പെണ്ണുങ്ങളെ ഇല്ല. ഇങ്ങനെ റിവേഴ്സ് ആയതെന്താ? എന്നാലും ശരി, വിടാൻ കഴിയില്ല. ഗീത, ലൊക്കേഷൻ ഷിഫ്റ്റ് ചെയ്യണം. സുരേന്ദ്ര സർ അവനി അവിടെ. എടാ, എന്തോ പ്രശ്നം ഉണ്ടായി തോന്നുന്നു. എനിക്കും തോന്നണ്ടാ. നമുക്ക് എത്രയും പെട്ടെന്ന് നാട്ടിലേക്ക് തിരിച്ചു പോവാം. എന്ത് പറ്റിയടി? അവിടെ എത്തിയിട്ട് പറയാം. ആദ്യം നമുക്ക് ഇവിടുന്ന് തിരിച്ചു പോകാൻ നോക്കാം. അവനി, ഞാൻ സാറിന് ഉത്തരം കൊടുക്കേണ്ടി വരും. എന്തു പറ്റി? എന്തിനാടി കരയുന്നത്? എന്താ പറ്റിയതെന്ന് പറ. മിനിസ്റ്ററുടെ മകനാണെങ്കിലും അവൻ നല്ല ക്വാളിറ്റി ഉള്ളവനാണെന്ന് അവനെ കുറിച്ച് അഭിമാനത്തിൽ പറഞ്ഞല്ലേ? അതെ. അവന്റെ മനസ്സിൽ പക്ഷെ മറ്റൊരു ദുരുദ്ദേശം കൂടിയുണ്ട്. വേണ്ടാത്തതൊക്കെ സംസാരിച്ച് എന്നോട് അവൻ മിസ്ബിഹേവ് ചെയ്തു.
നിങ്ങളൊരു ജെന്റിൽമാൻ ആണെന്നാ കരുതിയേ. അവനെയോട് എന്തിനാണ് സർ മിസ്ബിഹേവ് ചെയ്തത്? പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നത് നല്ല കാര്യമാണോ? സംസ്കാരമില്ലേ നിനക്ക്? നിങ്ങളോട് അങ്ങനെ പറഞ്ഞു. സമ്പാദിക്കുന്ന ശമ്പളം കൊണ്ട് ജീവിതം മാറുന്നില്ല, പൈസ തന്ന നിങ്ങൾ പറയുന്നത് എന്തും ചെയ്യാന്ന് പറഞ്ഞ് എനിക്കിവളൊരു പ്രപ്പോസൽ തന്നു. ഹെൽപ്പാണെങ്കിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം, പക്ഷേ ഇതൊന്നും എനിക്ക് ഇഷ്ടമല്ലെന്ന് ഞാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ എന്തോ ചെയ്ത പോലെ വേഗം ഇങ്ങോട്ട് വന്ന് നിങ്ങളുടെ അടുത്ത് മുതലക്കണ്ണീർ ഒഴുക്കുവായുള്ളത്. പച്ചക്കള്ളോ സർ, പണം തന്നോളാം, എന്നോട് റിലേഷനിലാവും എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അവൻ കഥ മാറ്റി പറയാ. ഏയ്, നീയാ കള്ളം പറയുന്നേ. ഞങ്ങളുടെ സുരേന്ദ്രന്റെ അടുത്ത് നീയും ക്ലോസ് ആയി പെരുമാറുന്നത് ഞാൻ ശ്രദ്ധിച്ചതാ. അവന്റെ അടുത്ത് നിന്നും നീ ഉദ്ദേശിച്ച പണം കിട്ടാതായപ്പോ നാണം കെടുത്താൻ വേണ്ടി ചെയ്യുന്നതല്ലേ? അല്ലെങ്കിലും മിനിസ്റ്ററുടെ മകന് ഇങ്ങനെ ഒരു പെണ്ണിന്റെ പിറകെ പോകേണ്ട കാര്യം എന്താണല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. 10 പേരുടെ മുമ്പിൽ കരഞ്ഞോണ്ടിരുന്ന കഴിഞ്ഞാൽ സിമ്പതി വർക്കൗട്ട് ആവുമല്ലോ. നാടകം കളിക്കുക. നിങ്ങളൊക്കെ ഒരുപോലെയാണല്ലേ, അതുകൊണ്ടായിരിക്കും അവനെ താങ്ങുന്നത്. ദൈവത്തെ സാക്ഷി നിർത്തി ഞാൻ സത്യം പറയാണ്, ഇവൻ എന്റെ അടുത്ത് വേണ്ടാത്ത രീതിയിൽ സംസാരിച്ചു. ഹേയ്, അവൻ അത്രക്കാരനല്ല. ഈ കാലത്ത് അങ്ങനെ എല്ലാ പെൺകുട്ടികളെ വിശ്വസിക്കാനൊന്നും പറ്റില്ല. പൈസയ്ക്ക് വേണ്ടി അവരെന്തും ചെയ്യുന്ന കാല. ഹേ മിസ്റ്റർ, നിങ്ങൾക്ക് ഞങ്ങളുടെ അവനെ പറ്റി അറിയില്ല. അർഹതയില്ലാത്തൊരു രൂപ പോലും അവൾ ആഗ്രഹിക്കാറില്ല. ലക്ഷങ്ങൾ അടിക്കാൻ വേണ്ടി സ്കെച്ചിട്ടവർക്ക് രൂപ കൊടുത്താൽ വരുവോ? ഇവളെ കണ്ട പാവാന്നല്ലേ തോന്നൂ. ഇതൊക്കെ എന്താ മോളെ? അതുകൊണ്ടാ പറയുന്നത് പാവങ്ങളായി തോന്നുന്നവരെ വിശ്വസിക്കരുതെന്ന്. ബുദ്ധിയുള്ളവരും എല്ലാം തികഞ്ഞവരും ഈ കൂട്ടത്തിലുണ്ടല്ലോ അല്ലേ? ഒരു സ്ത്രീയല്ലേ, സത്യം മനസ്സിലാക്കാതെ ഒരു പെൺകുട്ടി എങ്ങനെയൊക്കെ പറയാവോ ചേച്ചി? ആരാടാ നീ? എന്നെ കുറിച്ച് പറയാൻ വന്നതല്ല ഞാൻ, നിന്നെ കുറിച്ച് ഇവർക്കൊക്കെ മനസ്സിലാക്കി കൊടുക്കാൻ വന്നതാ. എന്നെ കുറിച്ച് നീ എന്ത് പറയാനാടാ? നിങ്ങൾ ഈ പെൺകുട്ടിയോട് മിസ്ബിഹേവ് ചെയ്തു. നീ പറഞ്ഞ ജനങ്ങൾ വിശ്വസിക്കോടാ? പിന്നല്ല, തെളിവ് കാണിച്ചു കൊടുത്താ വിശ്വസിക്കില്ലേ? ഇതാണ് മന്ത്രിപുത്രന്റെ തനി നിറം. നേരെ വന്നൊന്ന് പൊട്ടിക്കാൻ എനിക്ക് തോന്നിയത്. ഇവന്റെ നാടകം കാണാൻ വേണ്ടി ക്ഷമിച്ചതാ. നീ തെറ്റ് ചെയ്തിട്ട് അത് നീ ആ പെൺകുട്ടിയുടെ തലയിടാൻ നോക്കുവാണോ? നാണമില്ലേ നിനക്ക്? എന്ത് ചെയ്താലും പുറത്തു കൊണ്ടുവരാൻ തന്തയുള്ള എന്റെ അഹങ്കാരം ഇവന്. പെൺകുട്ടികൾ ജോലിക്ക് പോലും പുറത്തേക്ക് വരാൻ പേടിക്കുന്നതിന്റെ കാര്യം ഇവനെ പോലുള്ളവന്മാരാ. ഇനി ഒരിക്കലും ഒരു പെൺകുട്ടിയോട് ഇങ്ങനെ ചെയ്യാതിരിക്കാൻ പഠിപ്പിച്ചു കൊടുക്കണോ വേണ്ടയോ? കൊടുക്കണം, 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 കൊടുക്കണം. മിസ് ആവനി, തന്റെ ചെരിപ്പൂരി ഇവന്റെ മുഖം നോക്കി ഒന്ന് കൊടുക്ക്.